എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് തികച്ചും രുചികരവും പോഷകസമൃദ്ധമായ എന്നാൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മട്ടർ പനീരും ജീര റൈസിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. എന്നത്തെ പോലെ ചിലപ്പോൾ നമുക്ക് ചോറും കൂട്ടാനും കഴിക്കാൻ തോന്നിയില്ല, അല്ലെങ്കിൽ നമ്മളെ കുട്ടികൾ, ബാച്ചിലർ കുട്ടികളാവട്ടെ, ജോലിക്ക് പോയിട്ട് വരുന്നവരാവട്ടെ, പെട്ടെന്നൊരു 10-12 മിനിറ്റ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു മീലെന്ന് വേണേ നമുക്കിതിനെ പറയാം. നമ്മുടെ നാട്ടിൽ ഗ്രീൻ പീസ് ഉപയോഗിക്കുന്ന ആളുകൾ വളരെ കുറവായിട്ടാണ് കാണപ്പെടുന്നത്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഗ്രീൻ പീസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ആദ്യം ഒരു ഗ്ലാസ് ജീരകശാല അരി ഇവിടെ എടുക്കുന്നുണ്ട്. 3-4 പ്രാവശ്യം വെള്ളം മാറ്റി കഴുകി ഒരു 10 മിനിറ്റ് കുതിരാൻ വയ്ക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മല്ലിയില, 2 ടീസ്പൂൺ ജീരകം, 4 ഗ്രാമ്പ്, 2 ചെറിയ ഏലക്ക, പിന്നെ ഒരു സവോള, 2 വറ്റൽമുളക്, പിന്നെ കശുവണ്ടിപ്പരിപ്പ്. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് കുക്കർ അടുപ്പേ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്ത് 2 ടീസ്പൂൺ നെയ്യും 2 ടീസ്പൂൺ എണ്ണയും ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ജീരകവും ഏലക്കയും ഗ്രാമ്പും എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ മല്ലിയില, സവോള, വറ്റൽമുളക് എടുത്ത് വെച്ചിരിക്കുന്നത് ഒക്കെ ഒന്ന് ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തീ ഒന്ന് ചെറുതാക്കി കൊടുക്കാം. ആ ജീരകം ഒന്ന് മുരിഞ്ഞ് ഒന്ന് മൂത്ത് കിട്ടുമ്പോഴാണ് ശരിക്കും ആ ജീര റൈസിൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടുന്നത്. ഈ സമയത്ത് കുതിരാൻ വെച്ചിരിക്കുന്ന അരി വെള്ളം ഊറ്റി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തവി വെച്ച് അരി ഉടയാത്ത രീതിക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു ജീര റൈസ് ഉണ്ടാക്കിയെടുക്കാൻ അരി കൃത്യമായിട്ട് വേവിച്ചെടുക്കാൻ നമ്മൾ നല്ലോണം നോക്കണം. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അരി അളർന്ന അതേ പാത്രത്തിൽ നമുക്ക് വെള്ളം അളർന്ന് ഒഴിച്ചെടുക്കാം. 1 ഗ്ലാസ് അരിക്ക് ഞാനിവിടെ 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 പീസ് നാരങ്ങയുടെ സ്ലൈസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അരി ഒരു തിള വന്നതിന് ശേഷം ചെറുതായിട്ട് തവി വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടപ്പിട്ട് 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്കിവിടെ മട്ടർ പനീർ അങ്ങ് തയ്യാറാക്കാം. അതിലേക്ക് ഞാനിവിടെ 1 ബൗൾ ഗ്രീൻ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കിലോളം പനീർ, വീട്ടിൽ തയ്യാറാക്കിയ പനീറാണത്. പിന്നെ 3 ഇടത്തര സൈസുള്ള സവോള, ഒരു വലിയ പഴുത്ത തക്കാളി, പിന്നെ ഒരു 6-7 വെളുത്തുള്ളിയുടെ അരി, പിന്നെ പച്ചമുളക്, ഒരു 3 പച്ചമുളക്, പിന്നെ 1 ഇഞ്ച് വലിപ്പത്തിനുള്ള ഒരു ഇഞ്ചി കഷ്ണം, ഒരു 7-8 കശുവണ്ടി പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാനാണ് ഈ കശുവണ്ടി പരിപ്പും കൂടി ഒന്ന് കൂട്ടിച്ചേർത്ത് അരയ്ക്കുന്നത്. ക്രീമും മറ്റൊന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല. ഒരു ശകലം വഴണയില, 2 പീസ് കറുകപ്പട്ട, 4 ഗ്രാമ്പ്, 2 ചെറിയ ഏലയ്ക്കും കൂടെ നമ്മളിതിൽ ഫ്ലേവറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം അടുപ്പ് കത്തിച്ച് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ശകലം വെള്ളം ഒഴിച്ചെടുത്ത് തിളപ്പിക്കാൻ വയ്ക്കാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവോളയും തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് റഫായിട്ട് ചോപ്പ് ചെയ്ത് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നമുക്കൊന്ന് നല്ലോണം വേവിച്ചെടുക്കാം. കൂട്ടത്തിന് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പട്ടയും ഗ്രാമ്പും ഏലക്കയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ മസാലക്കൂട്ട് നമുക്ക് ശരിക്കും വേവിച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് കറിക്ക് ശരിക്കും ഒരു ക്രീമി ടേസ്റ്റാണ് കിട്ടുന്നത്. വഴറ്റിയെടുക്കണതിൽ നിന്നും വ്യത്യസ്തമായി ആ കശുവണ്ടി പരിപ്പൊക്കെ ഒന്ന് വേവിച്ച് അരച്ച് ചേർക്കുമ്പോഴാണ് കറിയുടെ ശരിക്കും മണവും രുചിയും ഒന്ന് കൂടി കിട്ടുന്നത്. വെള്ളമൊക്കെ വറ്റി സവോളയൊക്കെ ഒന്ന് വെന്ത് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് അതിട്ടുന്ന പട്ടയും ഗ്രാമ്പും ഏലക്കയും ഒന്ന് മാറ്റി കൊടുത്തേച്ച് ഒരു 5 മിനിറ്റ് തണുപ്പിച്ച് നമുക്ക് മിക്സി ഗ്രൈൻഡറിലേക്ക് ഇട്ട് നല്ലോണം ഒരു സോഫ്റ്റ് പേസ്റ്റാക്കി മാറ്റി വയ്ക്കാം. ഒന്ന് അരച്ചെടുക്കുമ്പോഴേക്കും നമുക്കിവിടെ നല്ല വെണ്ണ പോലത്തൊരു മസാല കൂട്ടാണ് ഇവിടെ റെഡിയായി കിട്ടുന്നത്. നമുക്കത് ടെക്സ്ചർ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നല്ല സോഫ്റ്റായിട്ട് ക്രീമി കളറിൽ ഒരു മസാലക്കൂട്ട് ഇവിടെ നമുക്ക് റെഡിയാക്കി വെച്ചേക്കാം. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് അടുപ്പേക്ക് ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്ത് ശകലം ജീരകവും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിവിടെ അരച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. മസാലക്കൂട്ടൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം അരപ്പ് നല്ലോണം നമുക്ക് വഴറ്റി കൊടുക്കാനുണ്ട്. ഒരു 5-6 മിനിറ്റ് അരപ്പിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് പോയി കിട്ടി മസാലയൊക്കെ ഒന്ന് മൂത്ത് എണ്ണ തെളിഞ്ഞ് വരുമ്പോഴാണ് ശരിക്കും അതിൻ്റെ പാകം കിട്ടുന്നത്. അടുപ്പിൻ്റെ തീ ചെറുതായിട്ട് സ്ലോയും മീഡിയം ആക്കി കൊടുത്തിട്ട് നമുക്കിത് 2 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയത്ത് അടിക്ക് പിടിച്ച് മസാല കരിഞ്ഞു പോകാതെ ഒന്ന് സൂക്ഷിക്കണം.
എൻ്റെ അരപ്പൊന്ന് നിറമൊക്കെ മാറി നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. മസാലക്കൂട്ടൊന്ന് നല്ലോണം വെന്ത് കിട്ടി. അരപ്പൊക്കെ ഒന്ന് പാത്രത്തിൽ നിന്ന് ഒന്ന് വിട്ട് തന്നെ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ അരപ്പങ്ങ് വിട്ട് പോരും. ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഗ്രീൻ പീസ് ചേർത്ത് നല്ലോണം യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശകലം വെള്ളം കൂടിയാലും നമുക്കൊന്ന് വറ്റിച്ച് കുറുകിയെടുക്കാവുന്നേ ഉള്ളൂ. കൂട്ടത്തിന് ഞാൻ വീട്ടിലുണ്ടാക്കിയ സബ്ജി മസാലപ്പൊടി 1/2 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുപ്പിട്ടടച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. ഇനി ആ തിളച്ച അരപ്പിലേക്ക് നമുക്ക് പനീറിൻ്റെ കഷ്ണങ്ങളൊന്ന് ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റോളം ഒന്ന് വേകുമ്പോഴേക്കും പനീറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് സോഫ്റ്റായി ഒന്ന് വികസിച്ച് ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടും. നമ്മുടെ പനീർ ഗ്രേവി ഇവിടെ തയ്യാറായി. ഒരു 10 മിനിറ്റ് അടുപ്പിട്ടടച്ച് നമുക്കിതൊന്ന് തണുപ്പിക്കാനേക്ക് വയ്ക്കാം. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂട്ടത്തെ വീഡിയോ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത്